പോയി രക്ഷപ്പെട്ടോ. ഇനി ഈ മണ്ണിൽ നിന്റെ നിഴല് പോലും വീഴരുത്. കൊന്ന് കുഴിച്ചിടും ഞാൻ. ഭാർഗവി, കുഞ്ഞേ, എന്തായി? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായല്ലോ. എന്തായിരുന്നു നിന്റെ തള്ള്? പ്രഭകുഞ്ഞു മാന്യമായിട്ട് സ്വീകരിക്കും, പൂമാലയിടും, പുഷ്പാഭിഷേകം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടല്ലോ. പന്ത് തട്ടുന്ന പോലെ എടുത്ത് പുറത്തേക്കിട്ടത്. എന്നാൽ ഇത് വലിയൊരു കഷ്ടമായി പോയി. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഇത് എരന്ന് മേടിച്ചല്ലേ? തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഈ കാര്യം പ്രഭമാടത്തിനോട് പറയാൻ വണ്ടിക്കൂലി മുടക്കി ഇങ്ങോട്ട് വരുവോ? നടന്നു പോകാൻ പറ്റിയതേ ആ പെണ്ണുമ്പിള്ളയുടെ ഭാഗ്യം. പ്രഭകുഞ്ഞ് എന്തിനാ രാധിയോട് ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രാധിക അവളുടെ അമ്മയല്ലേ, ഇത്രയെങ്കിലും ഇവിടെ വന്ന് പറയാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ് മയക്കി തിരിച്ചയക്കുന്നതിന് പകരം ഇത്രയ്ക്ക് ക്രൂരായിട്ട്. എടി, അത് കാശുള്ള ഒരുപാട് പേരുടെ പൊതുവായ സ്വഭാവമാണ്. അവര് പറയുന്നതിന് കേസ് മൂളി അവര് പറയുന്നത് പോലെ ജീവിക്കുന്നവരെ ഈ കൂട്ടർക്ക് വലിയ ഇഷ്ടമായിരിക്കും. എന്തും വാരിക്കോരി കൊടുക്കും. നിന്നോട് പ്രഭകുഞ്ഞിനുള്ള സ്നേഹം ആ രീതിക്കാ. പക്ഷേ ഒന്ന് ഉടക്കി നോക്ക്, താലി സ്വഭാവം പുറത്തു വരും. സ്നേഹിച്ചതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ദ്രോഹിക്കും, ചവിട്ടി അരയ്ക്കും. എന്നാലും ആ രാധികയുടെ മുഖം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്, പ്രഭകുഞ്ഞു വരുമ്പോ രാധികയോട് ചെയ്തത് പോക്കൃത്തരമായിപ്പോയി, നന്ദമോനെ കൊണ്ട് ദേവിക കെട്ടിക്കണമെന്ന് മുഖത്ത് നോക്കിയൊക്കെ പറ. പ്രഭകുഞ്ഞെന്നെ കൊല്ലും. ആണോ? എന്നാ നീ വലിയ സഹതാപ തരംഗം ഒന്നും വീശാൻ നിൽക്കാതെ ആ വട്ടം കാരണവരെ രാധികയുടെ കൂടെ പറഞ്ഞു വിട്ടിട്ട് നിന്നെ തടി കഴിച്ചിലാക്കാൻ നോക്ക്. അയ്യോ, ഞാനതങ്ങ് മറന്നു. രാധിക പോയാവോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. എന്നൊരു സാധനം എന്റെ അമ്മ. ചേട്ടാ, ഒരു ബീഡി എടുക്കാനുണ്ട്. ഇല്ല, സിഗരറ്റ് ആയാലും മതി. ഇല്ലാന്നല്ലേ പറഞ്ഞത്. ഇയാളൊന്ന് പോയേ. എന്ത് മനുഷ്യ, കാശുണ്ടായിരുന്നെ കുറച്ച് നല്ല കള്ളു കുടിക്കാനോ. രാധിക, അയ്യോ, അവള് രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ. എന്റെ കൈ കിട്ടിയതാ. ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ആയിരിക്കും. കണ്ടുപിടിച്ചേ പറ്റൂ. വണ്ടി അവിടെ എവിടെയും കാണുമെന്നൊന്ന് ഓടി നോക്കാം.
ഗൗരിയെ, ഗൗരി, ആ ദേവിയുടെ അച്ഛനെന്തിയെ? ഇല്ല, എവിടെ പോയി? എനിക്കറിയില്ല. എന്താമ്മേ? ഒരു അത്യാവശ്യ കാര്യത്തിന് അയാൾ നോക്കിയാലും കാണില്ല. എന്താമ്മേ കാര്യം? അത് പിന്നെ എടാ, നീ ആ രാധിയെ വഴിയിൽ വെച്ചാലും കണ്ടായിരുന്നോ? ഇല്ല. മാധവനെയോ? ഞാൻ ആരെയും കണ്ടില്ല. എന്താ കാര്യം? കാര്യം പറഞ്ഞ കുറച്ച് കഷ്ടാ. ഗതിയില്ലാന്ന് വെച്ച് ഒരാളോടും ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മ വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. രാധിക ഇപ്പൊ ചന്ദ്രോത്ത് വന്നിരുന്നു. എന്തിന്? നന്ദമോന്റെ ദേവികയുടെ കാര്യം പ്രഭകുഞ്ഞിനോട് പറയാനാ വന്നത്. അതൊക്കെ ആന്റി അറിഞ്ഞ കാര്യമാണല്ലോ. അത് ദേവികയുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അത് പറയാൻ വേണ്ടി വരുമായിരുന്നോ? എന്നിട്ട് അവര് തമ്മിൽ സംസാരിച്ചോ? സംസാരമൊക്കെ നടന്നു. ആദ്യമൊക്കെ പ്രഭകുഞ്ഞ് വലിയ സ്നേഹത്തിൽ ഇടപെട്ടത്. അവര് കാര്യം പറഞ്ഞപ്പോ പ്രഭകുഞ്ഞിന്റെ സ്വഭാവം അങ്ങ് മാറി. എന്റെ മോളുടെ കഴുത്തിൽ നന്ദന താലി കെട്ടിയത് അന്നു മുതൽ ദേവിക നന്ദന്റെ ഭാര്യ. അവരൊരുമിച്ച് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. നന്ദൻ എന്റെ മകളുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പെണ്ണും അവന്റെ ജീവിതത്തിലേക്ക് വരില്ല. ബോഡി ഇങ്ങോട്ട്. ഇതൊക്കെ കണ്ടു നിന്ന് എനിക്ക് പോലും സങ്കടം വന്നു. എനിക്ക് പ്രഭകുഞ്ഞിനോട് ഭയങ്കര ദേഷ്യം തോന്നി. മോൻ കെട്ടിയ പെണ്ണിന്റെ തള്ളയാണെന്ന് നോക്കണ്ട. ഒരു ഗതിയില്ലാത്ത സാധുവായ സ്ത്രീയാണെന്ന പരിഗണനയെങ്കിലും കാണിക്കായിരുന്നു. ഒരുപാട് അപമാനിച്ചിട്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഇതിപ്പോ നന്ദനും ദേവികയൊക്കെ അറിയുമ്പോ പ്രശ്നമാവുമല്ലോ. പിന്നെ നന്ദന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് അവൻ ഇതൊരു പ്രശ്നമാക്കും. നിങ്ങളായിട്ട് ഇത് അവരോടൊന്നും പറയാൻ പോകണ്ട. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഇത് നന്ദൻ അറിയാതിരിക്കൂ. അറിയുന്നെങ്കിൽ അറിയട്ടെ. എരിതീയിൽ എണ്ണ ഒഴിക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. ആ സമയത്ത് പ്രഭകുഞ്ഞിനെ ഒന്ന് കാണണമായിരുന്നു. ആ മുഖത്തേക്ക് നോക്കിയ പേടിച്ച് വരച്ചു പോകും. ഭദ്രകാളിയെ പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ നേരിട്ട് കണ്ടടാ. അമ്മയും മോനും തമ്മിലുള്ള യുദ്ധേ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇതിപ്പോ എങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടറിയാം. ഒരു കാര്യം ഉറപ്പാ, ചന്ദ്രത്തെ പഴയ സന്തോഷ സമാധാനം ഇനി അവിടെ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ അതുപോലെ പുകഞ്ഞു നേറിക്കൊണ്ടിരിക്കുക. അമ്മയും മോനും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണില്ല. ഇടനില നിന്ന് സംസാരിക്കാൻ സാറിനിട്ട് ആവതുമില്ല. അങ്കിളിന്റെ മധ്യസ്ഥതയൊന്നും നോക്കേണ്ട കാര്യമില്ല. കെട്ടിയ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രോത്ത് കയറി താമസം തുടങ്ങണം. അതാ നന്ദൻ ചെയ്യേണ്ട. അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. പ്രഭകുഞ്ഞെ ഉടനെ അങ്ങ് പൊറുപ്പിക്കും. ദേ, ഞാനൊരു സാധു ആയതുകൊണ്ടാ നീ ഇപ്പൊ ഇവിടെ പൊറുക്കുന്നത്. അത് നീ മറക്കണ്ട. ഓ, എന്നിട്ട് വലിയ കൊണവധികാരം പറഞ്ഞ് നടക്കുന്നു. ഒന്നും പറയണില്ല. തൃപ്തിയായല്ലോ അല്ലേ? ഇനി ആ മാധവനോട് നിൽക്കുന്ന നമുക്ക് ദോഷം ചെയ്യും. ഇനി ആ പേരും പറഞ്ഞായിരിക്കും പ്രഭകുഞ്ഞ് ആ ചന്ദ്രോത്തിന് തന്നെ ചവിട്ടി പുറത്താക്കാൻ പോകുന്നത്. അതിനിടയാവുന്നതിന് മുമ്പ് അയാളുടെ വീട്ടിൽ കൊണ്ട് ചെന്ന് ആക്കിയേക്ക്. അല്ല, അതിപ്പോ ഞാനെങ്ങനെ? നീ ഇങ്ങോട്ടൊന്നും മൊഴിയണ്ട. പറയണത് അങ്ങ് ചെയ്താ മതി. എന്ത് പറഞ്ഞാലും അവനൊരു തർക്കുത്തരം പറയല്. ഇപ്പോ ശരിക്കും തൃപ്തിയായല്ലോ അല്ലേ? പോകണ്ടെന്ന് അമ്മയോട് ഞാനും ചേച്ചി ആകുന്നത് പറഞ്ഞതല്ലേ. അവര് മാന്യമായിട്ട് എല്ലാം സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായി? അവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നോണ്ടാ ചേച്ചി അങ്ങനെ കട്ടായം പറഞ്ഞത്. വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ത്രീയല്ലേ. വീട്ടിൽ കയറി ചെല്ലുന്നവരോട് എന്തൊക്കെയായാലും മാന്യമായിട്ട് പെരുമാറുമെന്ന് വിശ്വസിച്ചു പോയി. ചന്ദ്രോത്ത് തറവാട്ടിലെ മഹാറാണി അവര്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നടക്കില്ല.
ദേഷ്യം വന്നാൽ കൊല്ലാൻ പോലും മടിക്കാത്ത സ്വഭാവമാ. ഇട്ട് മൂടാനുള്ള സ്വത്തും സ്വാധീനവും ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താലും ആരും ചോദിക്കാനൊന്നും വരില്ല. അമ്മയോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവിടെ ചെന്നപ്പോഴാ അവര് നമുക്ക് തന്നിരിക്കുന്ന വില എത്ര ചെറുതാണെന്ന് മനസ്സിലായത്. അവരൊരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല മോളെ. ദേവിക നന്ദന്റെ ഭാര്യയായിട്ട് ചന്ദ്രോത്ത് കഴിയുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യ. പഠിക്കൽ വന്ന് ഒരു നേരത്തെ ആഹാരത്തിന് കെഞ്ചുന്ന ഭിക്ഷക്കാരോടെന്ന പോലെയാ അവരെന്നോട്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു അപമാനം എനിക്ക് ഉണ്ടായിട്ടില്ല. നന്ദേട്ടൻ എല്ലാം ആന്റിയോട് പറഞ്ഞെന്ന കാര്യം ദേവിജി 10 മിനിറ്റ് മുന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ഈ അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നന്ദേട്ടൻ ചേച്ചിയെ കൈവിട്ടില്ലല്ലോ. കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ചന്ദ്രോത്ത് തന്നെ ജീവിക്കണം എന്ന് എന്താ നിർബന്ധം? പറ്റില്ലെന്ന് അവര് പറഞ്ഞാ ഇങ്ങോട്ട് പോരണം, അല്ലെങ്കിൽ വേറൊരു വീടെടുത്ത് താമസിക്കണം. അത്ര എളുപ്പത്തിലൊന്നും നന്ദന് മീരയായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. നന്ദൻ മീര താലി കെട്ടിയതിന് നാട്ടുകാർ മൊത്തം സാക്ഷികളാ. പക്ഷെ ദേവിയായിട്ടുള്ള കല്യാണത്തിന് മുരളി മാത്രമേ ഉള്ളൂ. അമ്പലത്തിലെ രജിസ്റ്ററിൽ അതിന്റെ തെളിവ് കാണും. അവർക്കത് ഇല്ലാതാക്കാനാണ് പ്രയാസം. നീ നോക്കിക്കോ, ഇപ്പൊ ചെന്ന് നോക്കിയാ അങ്ങനെ ഒരു കല്യാണം നടന്നായി പോലും രേഖയുണ്ടാവില്ല. ചേച്ചിയാ അവിടെ ഉണ്ടായതൊന്നും നീ അവളോട് പറയണ്ട. അറിഞ്ഞ അവൾക്ക് വിഷമാവും. ചേച്ചി, അമ്മ വന്നോ? വന്നു. അവിടെ പോയിട്ട് എന്തായി? അമ്മ പറഞ്ഞതുപോലെ എല്ലാം ശരിയായോ? അത് ചേച്ചി, അമ്മ ആന്റിയെ കണ്ടില്ല. അതെന്തു പറ്റി? അമ്മ ചെല്ലുമ്പോ പുറത്തേക്ക് എങ്ങോട്ടോ പോയിരിക്കുന്നാ പറഞ്ഞേ. ആ, അതൊരു ഭാഗ്യായി. അമ്മ രക്ഷപ്പെട്ടു. എന്നിട്ട് എവിടെ ആള്? അടുത്തില്ലേ? ബാത്റൂമിലാ. വരുമ്പോ പറഞ്ഞേക്ക് ഇനി ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുതെന്ന്. നന്ദു എല്ലാം പറഞ്ഞ കാര്യം അമ്മയോട് നീ പറഞ്ഞോ? ഇല്ല, അമ്മ വന്നതല്ലേ ഉള്ളൂ. എങ്കിൽ പറയണം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നന്ദു പഴയ ആളെ അല്ല ഇപ്പൊ. നല്ല തന്റെ അടുത്തോടു കൂടി തന്നെയാ നിൽക്കുന്നത്. രജനീച്ചി ഞങ്ങൾക്ക് സപ്പോർട്ടാ. അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും അമ്മയോട് പറഞ്ഞേക്ക്. ആ വെച്ചോ, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ഞാൻ പിന്നീട് വിളിക്കാം. ശരി ചേച്ചി. അമ്മ ഇനി കരയണ്ട. നന്ദേട്ടൻ എല്ലാം പറഞ്ഞല്ലോ. അമ്മേ, അമ്മ വാ വാ. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ജാനകി പറയൂ. ഇവിടെ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി അത്രയ്ക്ക് ധിക്കാരം പറഞ്ഞവളുടെ കാല് പിടിക്കണോ ഞാൻ? പ്രഭ പ്ലീസ്. മുഖം അടച്ചൊരെണ്ണം പൊട്ടിച്ച് ചവിട്ടി പുറത്താക്കാനാ എനിക്ക് തോന്നിയത്. അങ്ങനെ ചെയ്താലും എന്നോട് ഒരുത്തനും ചോദിക്കാൻ വരില്ല. അത് ചെയ്യാതിരുന്നതാ എന്റെ മര്യാദയുടെ ലിമിറ്റ്. ഇവിടെ കയറി വന്ന് എന്നെ മര്യാദ പഠിപ്പിക്കുന്നു. ആരാവള്? പ്രഭ പ്ലീസ് കൂൾ ഡൗൺ. ഇങ്ങനെ BP കൂട്ടാതെ താനൊന്ന് അടങ്ങ്. സിദ്ധു പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തർക്കിച്ചിട്ടില്ല. അപ്പോഴ ഒരു ഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുത്തി വന്നിട്ടും എന്ത് ധൈര്യം അവൾക്ക്? ഞാൻ ആരാന്ന് അവളുടെ വിചാരം? പരിചയപ്പെട്ടപ്പോ ഒരൽപ്പം മാന്യമായിട്ട് സംസാരിച്ചു പോയതാ എന്റെ തെറ്റ്. പ്രഭ നോക്കി, തനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. അവരെ അങ്ങനെ അപമാനിച്ചു വിട്ടതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്താ? അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആവട്ടെ, അവർക്കും ആത്മാഭിമാനം എന്നൊന്നുണ്ട്. ദേവികയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ ഇവിടെ വന്ന് വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ സംസാരിക്കേണ്ട കടമ അവർക്കുണ്ട്. അത്രയല്ലേ അവര് ചെയ്തുള്ളൂ.
വീട്ടിൽ കയറി വന്നവരോട് ഛേ, വേണ്ടായിരുന്നു. മാന്യമായിട്ട് സംസാരിച്ച് പറഞ്ഞയക്കാമായിരുന്നു. ജാനകി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഞാൻ അവരെ മാന്യമായിട്ട് തന്നെ സ്വീകരിച്ചിരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതുവാ. അപ്പൊ അവൾക്ക് ചന്ദ്രോത്ത് തറവാടുമായിട്ട് ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. മകളെ വീട്ടുവേലയ്ക്ക് നിന്ന കുടുംബത്തിലെ മരുമകളാക്കി വാഴിക്കാൻ ഇറങ്ങി തിരിച്ച അതിമോഹത്തിന് ചെയ്തത് കുറഞ്ഞു പോയി എന്നുള്ള മനസ്താപമേ എനിക്കുള്ളൂ. ശരിയടോ, കഴിഞ്ഞത് കഴിഞ്ഞു. താൻ സമാധാനപ്പെട്. നന്ദൻ ദേവികയുടെ കാര്യം തന്നോട് പറഞ്ഞത് അവരറിഞ്ഞു കാണില്ല. അവരറിഞ്ഞിരുന്നെങ്കിൽ അവരീ കാര്യം തന്നോട് പറയാൻ വരുമായിരുന്നോ? ഇല്ല. എല്ലാവർക്കും അവരവരുടെ മക്കളുടെ ഭാവിയാ വലുത്. ഇവിടെ നടന്ന ഓരോ കഥകൾ കേട്ടപ്പോ അവരാകെ പേടിച്ചുപോയി. കാര്യങ്ങൾ ഇനിയെങ്കിലും പ്രഭയെ അറിയിച്ചേ പറ്റൂന്ന് അവർക്ക് തോന്നിയെങ്കിൽ അവരെ തെറ്റു പറയാൻ കഴിയോ? നോ, അവിടെ തെറ്റി. അവിടെ മൊത്തം തെറ്റി ജാനകി. രാധികയുടെ വരവ് ഒരു തന്ത്രമാ. തന്ത്രമോ? എങ്ങനെ? രാധികയെ പോലൊരു സ്ത്രീ സ്വന്തം തീരുമാനത്തിൽ ഇവിടെ കയറി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ജാനകിക്ക് തോന്നുന്നുണ്ടോ? പറയാതെ നിവൃത്തിയില്ലെന്ന് വന്നാൽ ചിലപ്പോ. എന്നാലും രാധിക അതിന് ധൈര്യപ്പെടില്ല. പിന്നെന്താ സംഭവിച്ചത്? രാധികയെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു വിട്ടതാ. ആര്? വേറെ ആർക്കാ ആ സംസാരം കൊണ്ട് നേട്ടം? നന്ദനും ദേവികയും കൂടി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അല്ലെന്ന് തോന്നുന്നുണ്ടോ? എടോ, നന്ദൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ, പിന്നെന്തിന്? നന്ദൻ പറയുന്നത് പോലെയാണോ അവളുടെ അമ്മ വന്ന് വെല്ലുവിളിക്കുന്നത്? കാര്യങ്ങൾ വിചാരിച്ചതിലും സീരിയസ് ആണെന്ന് എന്നെ അറിയിക്കണം. വിവാഹം നടത്തിക്കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി രണ്ടുപേരും കൂടി പറഞ്ഞു വിട്ടതാ. എനിക്കത് മനസ്സിലാവില്ലെന്നാ അവര് കരുതിയത്. ഹേയ്, എനിക്കങ്ങനെ തോന്നുന്നില്ല പ്രഭ. എന്താ കാരണം? അവർക്കതിന്റെ ആവശ്യമില്ല, അത് തന്നെ. ജാനകിക്ക് അവരെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് തോന്നുന്നതാ. എന്തൊക്കെയായാലും രാധികയെ അപമാനിച്ചു വിട്ട കാര്യം നന്ദൻ അറിഞ്ഞ അത് ചോദ്യം ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നെ ചോദ്യം ചെയ്യാനോ? അവൻ അത്രക്ക് വളർന്നോ? എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. പ്രഭ പ്ലീസ്. ഈ കാര്യം പറഞ്ഞ് എന്നോട് ചോദിക്കാൻ അവൻ എന്റെ മുമ്പിൽ വന്ന് നിന്ന പ്രഭ ആരാണെന്ന് അവൻ അറിയും. ഇങ്ങനെ ഒരെണ്ണത്തിനെ പ്രസവിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതും. പ്രഭ, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ക്ഷോഭിക്കുന്നേ? ഇതാലോചിച്ച് ശാന്തമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ ആ മുറിവ് കൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും. ഐ ഡോണ്ട് കെയർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് കണ്ടാലും ഈ തീരുമാനത്തിൽ നിന്ന് പ്രഭ അണുവിട പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നിക്ക്. തനിക്ക് തന്റെ ഇഷ്ടം പോലെ എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ കാര്യത്തിൽ താൻ ഈ വീട്ടിൽ തനിച്ചായി പോകും. ഞാനല്ലാതെ വേറെ ആരെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യോ? ദിവസങ്ങൾക്കുള്ളിൽ സിദ്ധു പരസഹായം ഇല്ലാതെ നടക്കാൻ തുടങ്ങും. അതിനൊപ്പം തന്നെ സിദ്ധു സംസാരിക്കാനും തുടങ്ങും. തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്ന സിദ്ധു ഒരിക്കലും പഴയ ആളാവില്ല. സിദ്ധുവും നന്ദനും രജനിയും ഹരിയേട്ടനും ഒറ്റ കെട്ടാണ്. അവരെ മറികടന്ന് ഈ വീട്ടിൽ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു അവസ്ഥ വന്നാ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അത് കൊള്ളാം. പക്ഷെ ആത്മഹത്യ ചെയ്ത നഷ്ടം തനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണോ? മകന്റെ ജീവിതം താൻ വരച്ചതുപോലെ ആയില്ലെന്നും പറഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച അതിലും വലിയ മണ്ടത്തര ഈ ലോകത്തില്ല. നല്ലോണം ആലോചിച്ചു വേണം ഇനി ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെക്കാൻ. പാളിപ്പോയ താൻ ഇവിടെ ഒറ്റപ്പെട്ടു പോകും.
എന്തിനാ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ആക്സിഡന്റിൽ ഞരമ്പുകൾക്കും മസിൽസിനും ഉണ്ടായ ഇഞ്ചുറീസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. മൈൻഡുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇനി ആവശ്യമുള്ളൂ. അച്ഛൻ ഏത് നിമിഷവും നടന്നു തുടങ്ങുന്ന ഡോക്ടർ പറഞ്ഞത്. ഇനി നടക്കാമെന്ന് അച്ഛൻ മനസ്സിൽ ഉറപ്പിക്കണം. എന്നുവെച്ചാ അച്ഛന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടണം. അത് കൂടെ നിൽക്കുന്നവരുടെ കയ്യിലാ. ഇപ്പൊ അച്ഛന്റെ ബുദ്ധിയും ശക്തിയും കോൺഫിഡൻസും ഒക്കെ ദേവികയല്ലേ? എന്താ വേണ്ടേന്ന് ഇങ്ങ് പറഞ്ഞാ മതി. ആരാടാ? അമ്മേ. എന്നിട്ടെന്താ നീ എടുക്കാത്തെ? ഫോൺ എടുക്ക്. എടാ എടുക്കാൻ. നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? വീട്ടിലേക്ക് വാ. ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് എന്താ അത്യാവശ്യം? അവര് രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ. പിന്നെന്തിനാ നീ അവിടെ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാനിവിടെ സുഖവാസത്തിന് വന്നതല്ല. നന്ദ, തിരിച്ചു വരണമെന്ന് തോന്നുമ്പോ ഞാൻ വന്നോളാം.